നിങ്ങൾ ഈ കാണുന്ന ഷീറ്റ് ഉണ്ടല്ലോ, ഇതൊരു മെഷീനിൽ കയറി കടന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്ത് ഭംഗിയായിട്ട് ഇത് കട്ട് ചെയ്ത് വന്നിരിക്കുന്നല്ലേ. ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഹൈ സ്പീഡ് മെഷീൻ ആണുള്ളത്. നമുക്ക് ഇതിന്റെ ഇടയിലാണ് ഈ ഒരു ഗമ്മ് കൊടുക്കുന്നത് അല്ലേ? അതെ, പേസ്റ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യാം പുറത്തേക്ക് വരുന്നുണ്ടാവും. ജസ്റ്റ് നമുക്ക് നെക്സ്റ്റ് എടുത്ത് പാക്ക് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഈ റാക്കിൽ മൊത്തം കാണുന്നത് നമ്മളുടെ പ്രോഡക്റ്റുകളാണ്. ഇത് കുറേ ഐറ്റംസ് വരുന്നുണ്ട്, വെറൈറ്റി പ്രോഡക്റ്റ്. ഈ ഒരു മെഷീനാണ് ഇതിന്റെ ഡൈ കട്ട് ചെയ്യുന്ന മെഷീൻ. ഇത് ബോബസ്റ്റ് മെഷീൻ ആണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹൈ സ്പെക് മെഷീൻസ് ആണ്, ഇമ്പോർട്ടഡ് ആണ്. F0 എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്തായിട്ട് പയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആംട്രിക് വെഞ്ചേഴ്സിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ബോക്സുകൾ ഉണ്ടല്ലോ, നമ്മൾ പല ഫുഡ് പ്രോഡക്ട്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് പാക്ക് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ബോക്സുകൾ, പാക്കേജിംഗ് സിസ്റ്റമാണ് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രിന്റിങ്ങും ഹൈ ക്വാളിറ്റി പ്രിന്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഏത് ടൈപ്പ് ബോക്സുകൾ ആവശ്യമുണ്ടോ, ഏത് ഡിസൈൻ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തു തരുന്ന ഒരു അടിപൊളി കമ്പനി. ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ബോക്സുകളൊക്കെ എവിടെയാണ് ചെയ്തെടുക്കുന്നത്, അല്ലെ ഏത് ഇൻഡസ്ട്രിയിലാണ് ചെയ്യുന്നതൊക്കെ ഉള്ളത്. അതിനുള്ള ഒരു ഉത്തരമാണ് ആംട്രിക് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനം നമുക്ക് കാണണ്ടേ? നേരെ ആംട്രിക് വെഞ്ചേഴ്സിന്റെ വിശേഷങ്ങളിലേക്ക്. ആംട്രിക്സ് വെഞ്ചേഴ്സ് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള ഖലീൽ ജിബ്രാനാണ് ഇപ്പൊ കൂടെ ഉള്ളത്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? നമ്മൾ പ്രിന്റിംഗ് ആൻഡ് പാക്കേജിംഗ് മേഖലയിൽ വന്നിട്ട് ഏകദേശം 18 വർഷമായി. 2007 നമ്മുടെ ഓഫ്സെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഒരുപാട് അപ്ഡേഷൻസ് കൊണ്ടുവന്നതിന് ശേഷം 2020 ഈ ഒരു സംരംഭം പുതിയ ടെക്നോളജി, പുതിയ മെഷീൻസ് ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ വലിയ സ്കെയിലിലേക്ക് മാറിയിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷമാണ് ഉള്ളത്. ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസും അത്രയും സ്പേസുമാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തൊക്കെ പ്രോഡക്ട്സാണ് നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രിന്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കലണ്ടർ, അങ്ങനെയുള്ള പ്രിന്റിംഗ്, സ്റ്റിക്കർ, അങ്ങനെയുള്ള എല്ലാ ജോബ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. പാക്കേജിങ്ങിലാണെങ്കിൽ നമ്മൾ ബ്രോസ്റ്റ് ബോക്സ്, കേക്ക് ബോക്സ്, സ്വീറ്റ് ബോക്സ്, പെർഫ്യൂം ബോക്സസ്, മെഡിസിൻ ബോക്സസ്, ഷവർമ പൗച്ചസ്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ബോക്സസും കണ്ടെയ്നേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ ബേസ്, കൂടുതലും അവൈലബിലിറ്റി ഇഷ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കേക്ക് ബേസ്. ക്വാളിറ്റിയുള്ള കേക്ക് ബേസസ് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അപ്പോൾ കേക്ക് ബേസസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ബൾക്കായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഡിസിൻ ബോക്സസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതും അപ്രൂവലുള്ള ടൈപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇനി എനിക്ക് കാണേണ്ടത് ഇവിടുത്തെ നിങ്ങളുടെ പ്രൊഡക്ഷൻ ആണ്. ഇതിന്റെ രീതികൾ എങ്ങനെയാണ്, സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ കാണുന്ന ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. നമുക്ക് 2 ടൈപ്പ് കസ്റ്റമേഴ്സ് ആണ് നമുക്കിവിടെ വരാറുള്ളത്. ഒന്ന് ഓൺ ബ്രാൻഡിൽ കസ്റ്റം ചെയ്തിട്ടുള്ള പ്രിന്റിംഗ് മെറ്റീരിയൽസും ബോക്സസും വേണമെന്ന് പറയുന്ന ആളുകൾ. അവരെ നമുക്ക് എന്ത് വെച്ചാൽ അവരുടെ ഡിസൈൻ മുതൽ അവർക്ക് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു കൊടുക്കുക, അവർക്ക് മെറ്റീരിയൽ ഏത് യൂസ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീമും ടെക്നിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫും നമുക്ക് ഇൻ ഹൗസ് തന്നെ ഉണ്ട്. പിന്നെ രണ്ടാമത് വരുന്നൊരു ടൈപ്പ് ഓഫ് ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്രാൻഡിങ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അവർക്കത് കേക്ക് ബോക്സ് വേണം, ബ്രോസ്റ്റ് ബോക്സ് വേണം, അവരത് ബൾക്കായിട്ട് മേടിക്കും. അതുപോലെ തന്നെ ഒരു യൂസ് ആൻഡ് ത്രോ പോലെയുള്ള അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഒരു ഹോൾസെയിൽ പോലെ ഒരുപാട് ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അടിച്ചിട്ട് അവർക്ക് അതിങ്ങനെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ഈ ഡിസൈൻ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജ് പ്രിന്റിംഗ് ആണ്. ഇത്രയും വലിയൊരു മെഷീനാണ് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വലിയ പ്രോസസ്സാണ്. മൾട്ടി കളർ പ്രിന്റിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളൊരു ഭാഗത്ത് പേപ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റിങ്ങിന്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇത് ഒരു നീളമുള്ള ഒരു മെഷീനാണ് അല്ലേ? അതെ, ഏകദേശം ഒരു 10 മീറ്ററോളം നീളവും ഒരു 50 ടണ്ണിന്റെ അടുത്ത് വെയിറ്റും 9 ഫീറ്റ് ഹൈറ്റും ഉള്ള ഇമ്പോർട്ടഡ് മിസ്തുബിഷിയുടെ മെഷീനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും ടോപ്പ് സ്പെക്കിലുള്ള പ്രിന്റിംഗ് മെഷീനാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രിന്റ് തന്നെയായിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള പ്രിന്റ് തന്നെയായിരിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് ആണ് ഈ മെഷീൻ ഉള്ളത്. ഈ പ്രിന്റിങ്ങിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ലാമിനേഷൻ ആണ്. ഈ പ്രിന്റ് ചെയ്ത മെറ്റീരിയൽസ് എടുത്തിട്ട് ലാമിനേഷൻ മെഷീനിൽ ഒരു സൈഡിൽ ഫീഡ് ചെയ്യും. അത് റോൾ ആയിട്ടാണ് എന്ത് ചെയ്യുക നമുക്ക് മറ്റൊരു സൈഡിലേക്ക് വരുന്നത്. ലാമിനേഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊഡക്ട്സ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിന് ഡൈ കട്ട് ചെയ്യുന്ന സ്റ്റേജ് ആണ്. ഈ ഒരു മെഷീനാണ് ഇതിന്റെ ഡൈ കട്ട് ചെയ്യുന്ന മെഷീൻ. ഇത് ബോബസ്റ്റ് മെഷീനാണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹൈ സ്പെക് മെഷീൻസ് ആണ്, ഇമ്പോർട്ടഡ് ആണ്. ഇതും കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനാണ്. ഒരു സൈഡിൽ നമ്മൾ ഈ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ലോഡ് ചെയ്ത് കൊടുത്താൽ ഇത് ഡൈ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക അടുത്ത സൈഡിൽ നമുക്ക്
കിട്ടുക. ഓക്കെ, അപ്പൊ പിന്നെ ഇത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് ആണ് ശരിക്കും. അതെ, വേറെ പണിയൊന്നും ഇല്ല ഇല്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് ബോക്സ് ആയിട്ടാണ്. ജസ്റ്റ് കുറച്ച് വേസ്റ്റ് പാർട്ടുകൾ ഉണ്ടാവും, നമ്മൾ ആ പേപ്പറിന്റെ വേസ്റ്റ് ഏരിയകൾ ഉണ്ട്, അത് കട്ട് ചെയ്ത് കൊടുത്താൽ അത് ബോക്സിന്റെ ഇതിലാണ് ഷീറ്റ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ബോക്സ് ആയിട്ട് കൈകൊണ്ട് മടക്കി എടുത്താൽ അത് ബോക്സ് ആയി. ഓക്കെ, ഇത് ഒരു ടൈപ്പ് ബോക്സ്. ഇതല്ലാതെ ഗമ്മ് ചെയ്ത് വരുന്ന ബോക്സ് ഉണ്ടല്ലോ, ഉണ്ട്. അത് നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ലോക്ക് ബോട്ടം പേസ്റ്റിംഗ് എന്നാണ് ആ ഒരു പ്രോസസ്സിന് പറയുന്നത്. അതിന് ഈ ഒരു മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഹൈ സ്പീഡ് മെഷീനാണുള്ളത്. നമുക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയമൊക്കെ പറയുകയാണെങ്കിൽ വലിയ നമ്പർ ഓഫ് പ്രോഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഭയങ്കര ഫാസ്റ്റ് ആണ് ഇതല്ലേ? ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇതിന്റെ ഇടയിലാണ് ഈ ഒരു ഗമ്മ് കൊടുക്കുന്നത് അല്ലേ? അതെ, ഈ ഗമ്മ് കൊടുത്ത് കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് മടങ്ങിയിട്ട് ബോക്സിന്റെ ഷേപ്പിലേക്ക് ആയിട്ട് പ്രസ് ആയിട്ടാണ് വരിക. ഇത് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ആ ഒരു ഗമ്മെല്ലാം പേസ്റ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, പുറത്തേക്ക് വരുന്നുണ്ടാവും. ജസ്റ്റ് നമുക്ക് നെക്സ്റ്റ് എടുത്ത് പാക്ക് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇതിന്റെ സ്പീഡ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പറന്നു പോകുന്ന രീതിയിലാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്കറിയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു പ്രോഡക്റ്റിനൊക്കെ മാർക്കറ്റിംഗ് ഒക്കെ നടക്കുന്നത്? രണ്ട് രീതിയിലാണ് നമ്മളിവിടെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് ടൈപ്പ് കസ്റ്റമേഴ്സിനാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഒന്ന് B2Cയും ഒന്ന് B2Bയും. ഇപ്പോൾ ഓൺ ബ്രാൻഡിൽ കസ്റ്റം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കസ്റ്റം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി കസ്റ്റം അല്ലാതെ ബൾക്കായിട്ട് ഹോൾസെയിൽ ആയിട്ട് വേണം എന്നുള്ള കസ്റ്റമേഴ്സിന് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഇടയിൽ ഞാൻ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ഒരു കസ്റ്റമറിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് വലിയ വോളിയം വേണ്ടി വരില്ല. ഒരു 500 പീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കാൻ റെഡിയാണോ? 500 പീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. പക്ഷേ അതിൽ കസ്റ്റം ചെയ്ത് കൊടുക്കുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, മിനിമം ക്വാണ്ടിറ്റി നമുക്ക് റിക്വയർമെന്റ് ഉണ്ട്. കാരണം ഇവിടെ ബൾക്കായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം 500 പീസ് മുതൽ അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കൊടുക്കാം. നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് കൊടുക്കാൻ പറ്റും. ഇനി അവർക്ക് അവരുടെ പേരിൽ കസ്റ്റം ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഫീസിബിൾ ആവുള്ളൂ. ഓക്കെ, എവിടെയൊക്കെയാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നത്? എവിടം വരെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും? നമ്മളിപ്പോൾ മംഗലാപുരം മുതൽ ഇങ്ങോട്ട് ട്രിവാൻഡ്രം വരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ലോക്കലി ആണെങ്കിലും കുറച്ച് ലോങ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറ്റും. പുറം രാജ്യങ്ങളിലേക്ക് പ്ലാനിംഗ് ഉണ്ടോ? ചെയ്യുന്നുണ്ട്. ആൾറെഡി ഇപ്പോൾ ഒമാനിലും ദുബായിലേക്കും ഷാർജയിലേക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പുറത്തുള്ള ആളുകൾക്കൊക്കെ കണ്ടെയ്നറിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ പ്രൈസ് ആണ്, എങ്ങനെയാണ് നിങ്ങൾ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രൈസ് ഡിപ്പെൻസ് ഓൺ പല ബോക്സസ് പല സൈസാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 3 രൂപ 2 രൂപ മുതൽ അങ്ങോട്ട് വലിയ ബോക്സസ് 12, 18, 25 രൂപ വരെയൊക്കെയുള്ള സിംഗിൾ ആയിട്ടുള്ള ബോക്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സൈസ് വെച്ചിട്ടാണ് അതിന്റെ റേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ഏത് ബോക്സ് വേണമെങ്കിലും ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ഏത് സൈസിലും ഏത് ക്വാളിറ്റിയിലും ഏത് ക്വാണ്ടിറ്റിയിലും എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനുള്ള ഇൻഹൗസ് ടീം നമുക്ക് ഇവിടെ ഉണ്ട്. ആംട്രിക്സ് വെഞ്ചേഴ്സിന്റെ മറ്റു 2 ഡയറക്ടേഴ്സ് ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്, കബീർ കെയും അതേപോലെ തന്നെ അസ്ലമും. കബീർ ക പ്രൊഡക്ഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് അറിയേണ്ടത് എന്തൊക്കെ പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്യാനുള്ള ബോക്സുകളാണ് നിങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുള്ളതാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള പാക്കേജിംഗ് ആണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. ഈ റാക്കിൽ മൊത്തം കാണുന്നത് നമ്മളുടെ പ്രോഡക്റ്റുകളാണ്. ഇത് കുറേ ഐറ്റംസ് വരുന്നുണ്ട്, വെറൈറ്റി പ്രോഡക്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത സോപ്പ് ബോക്സുകളാണ്, ഇത് ബർഗർ ബോക്സ് ആണ്, ഇത് മൊത്തം ഫ്രൈഡ് ചിക്കൻ മറ്റേ ബ്രോസ്റ്റ് ആ ഐറ്റംസിന്റെ ഇതുകളാണ്. ഇത് പെർഫ്യൂം ഐറ്റംസ് ആണ്. ഇത് വന്നിട്ട് ഇന്നർ വെയേഴ്സ് ഡ്രസ് ഐറ്റംസിന്റെ ബോക്സുകളാണ്. അങ്ങനെയുള്ളതും ചെയ്യുന്നുണ്ട്. ഇത് സ്പൈസസിന്റെ ബോക്സുകളാണ്. സ്പൈസസ് കമ്പനിക്ക് വേണ്ടിയിട്ട് സ്പൈസസ് സെയിൽ ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള ബോക്സുകളാണ്. ഇവിടെ വന്നിട്ട് ഇത് ഹണി കേക്കിന്റെ ബോക്സ് ആണ്, ട്രയാങ്കുലർ ബോക്സ് ആണ് വിത്ത് വിൻഡോ പേസ്റ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് ഉള്ള പ്രോഡക്റ്റ് പുറത്തുനിന്ന് പാക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള വിൻഡോ പേസ്റ്റിംഗ് ഉള്ള ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഇത് അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കന്റെ ബോക്സ് തന്നെയാണ്. അതിനകത്ത് ഹാൻഡിലുള്ളത് വേറെ ബക്കറ്റ് ടൈപ്പ് ബോക്സുകളാണ് വരുന്നത്. ഇത് ഒരു പെർഫ്യൂമിന്റെ ഒരു ഐറ്റം ബോക്സ് ആണ്. ഈ ബോക്സിനകത്ത് പെർഫ്യൂം ഇൻസർട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര പെർഫ്യൂം ഉണ്ട്, പെർഫ്യൂമിന്റെ മോഡൽ, കളർ, എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും, പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇതും ഫ്രൈഡ് ചിക്കന്റെ ഒരു ഹാൻഡിലുള്ള ടൈപ്പാണ് വരുന്നത്. ചെറിയ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഇട്ട് കൊടുക്കാനുള്ള ഹാൻഡിലുള്ള ബോക്സാണ് വരുന്നത്. ഇതൊരു ബേബി ഡ്രസ് പാക്ക് ചെയ്യുന്ന ഒരു ഐറ്റം സാധനമാണ്. അതായത് കുഞ്ഞു ബോക്സ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെറ്റീരിയൽ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ബേബി ഡ്രസ്സുകളാകുമ്പോൾ അലർജറ്റിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയലാണ് നമ്മൾ. ഇതിന്റെ പേപ്പർ വരെ സ്റ്റെറിലൈസ്ഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ബെഡ് കോർണറുകൾ. നമ്മളെ ഈ ബെഡ് ഉണ്ടല്ലോ, ബെഡ് കോർണർ, ബെഡിന്റെ കോർണർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ
തന്നെ പരസ്യം വെച്ചിട്ടുള്ള ബെഡ് കോർണറുകൾ ചെയ്തിട്ടുള്ള മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ. കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? നമ്മളെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചേർന്നിട്ട് അടുത്തൊരു പ്ലാന്റും കൂടെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വർക്ക് കഴിഞ്ഞ 2025 ലാസ്റ്റ് ആകുമ്പോഴേക്കും അതിനകത്ത് ഏകദേശം മെഷീനറീസ് ഒക്കെ ഇൻസ്റ്റാൾ ആവും. പ്രിന്റിംഗ് വഴീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റ് പ്രിന്റിംഗിലേക്ക് ഡൈ കട്ടിംഗ് വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഡൈ കട്ടിംഗിലേക്ക് മാറണം. അതായത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനറീസ് ഏതാണോ ആ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് 2026 പകുതി ആകുമ്പോഴേക്കും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് റണ്ണിങ് ആവും. ഇത്രയാണ് ആംട്രിക്സ് വെഞ്ചേഴ്സിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടു അല്ലേ? എങ്ങനെയാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്, ആ പ്രിന്റ് ചെയ്തതിനു ശേഷം ലാമിനേഷൻ ചെയ്യുന്നതും അതേപോലെ തന്നെ ഇതൊരു ബോക്സ് ആയിട്ട് മാറുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതും ചെറിയ ബോക്സ് മുതൽ വലിയ സൈസ് ബോക്സ് വരെ നമുക്ക് ഏത് ഫുഡ് ഐറ്റംസ് ചെയ്യാനും അതേപോലെ തന്നെ മെഡിസിനൽ പർപ്പസിനും അങ്ങനെയുള്ള പല പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ബോക്സുകളാണ് ആംട്രിക്സ് വെഞ്ചേഴ്സ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.